ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 21, 2024 നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, നാളെ ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള ബോർഡർ ഗാവസ്കർ ട്രോഫിക്ക് വേണ്ടിയുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഒന്നാമത്തെ മത്സരം പെർത്തിൽ വെച്ച് രാവിലെ 7:50 ആരംഭിക്കുകയാണ്. നമുക്കറിയാം, സുനിൽ ഗാവസ്കർ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി 10,000 റൺസ് തികച്ച ആളാണ്. പിന്നീട് ഏതാണ്ട് 20 വർഷം കഴിഞ്ഞ് സച്ചിൻ ടെണ്ടുൽക്കർ അത് തകർക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റെക്കോർഡും ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയിരുന്ന റെക്കോർഡും. അതുപോലെ തന്നെ അലൻ ബോർഡറുടെ കാര്യം പറഞ്ഞാൽ ലോകത്ത് ആദ്യമായി 11,000 റൺസ് തികച്ച ആളാണ് അലൻ ബോർഡർ. ഓസ്ട്രേലിയ ഒരുപാട് മത്സരങ്ങളെ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. ഈ രണ്ട് ലെജൻഡുമാരുടെ പേരിലാണ് ബോർഡർ ഗാവസ്കർ ട്രോഫി. അപ്പോൾ നാളെ നടക്കുന്ന ടെസ്റ്റ് നമുക്കറിയാം പെർത്തിലെ ഒപ്റ്റസ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഒരു സ്ഥലമാണ് പെർത്ത്. അപ്പോൾ ഈ ഒപ്റ്റസ് സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവിടുത്തെ പിച്ച് തയ്യാറാക്കിയ ക്യൂറേറ്റർ ഐസക് മക്ഡൊണാൾഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേസും ബൗൺസുമുള്ള പിച്ച് എന്ന ഖ്യാതി നിലനിർത്താൻ വേണ്ടി ഉള്ള എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ പെർത്തിലെ സ്റ്റേഡിയത്തിലെയും പിച്ചിൻ്റെയൊക്കെ ഫോട്ടോകളൊക്കെ വീഡിയോകളൊക്കെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പിച്ച് ഏതാണെന്നോ ഗ്രൗണ്ട് ഏതാണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ പല ബാറ്റ്സ്മാൻമാരുടെയും പേടി സ്വപ്നം എന്നറിയപ്പെടുന്ന ഒരു പിച്ചാണ് അത്. പലരും സംശയം ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ പിച്ചിൽ മാത്രം അല്ലെങ്കിൽ പെർത്തിലെ പിച്ചിന് മാത്രം ഇത്ര പേസും ബൗൺസും എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു പിച്ചിലെ പേസും ബൗൺസും ഒക്കെ നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ ബോളിൻ്റെ ഗതിയൊക്കെ നിർണ്ണയിക്കുന്നത് ആ പിച്ചിൽ ഉപയോഗിക്കുന്ന മണ്ണിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചും അവിടെയുള്ള പുല്ലിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചും അവിടെയുള്ള അന്തരീക്ഷ ഈർപ്പത്തിനനുസരിച്ചും കാറ്റിൻ്റെ ഗതി അനുസരിച്ചും ഒക്കെയാണ്. ഇതുപോലെ പല ഘടകങ്ങളും അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടുത്തെ പിച്ചിന് ഇത്രയധികം പേസും ബൗൺസും ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കൂടുതൽ പേസും ബൗൺസും ഉള്ള പിച്ച് അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ അവിടെ പര്യടനം നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം, 2018 ഡിസംബറിൽ ഇന്ത്യ ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിയിരുന്നു. ഈ പെർത്തിൽ വെച്ച് ഒരു ടെസ്റ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു, ഈ പെർത്തിലെ ഈ ഒപ്റ്റസ് സ്റ്റേഡിയത്തിൽ വെച്ച്. അതിന് മുമ്പ് കളിച്ചതൊക്കെ മറ്റ് തൊട്ടടുത്തുള്ള വേറെ പാക്ക സ്റ്റേഡിയം എന്നൊരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. അത് ഇതിൽ കൂടുതൽ പേസും ബൗൺസും ഉള്ള ഒരു പിച്ചാണ്. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കളിയിൽ നമുക്കറിയാം, ആദ്യം ബാറ്റ് ചെയ്ത ഈ സ്റ്റേഡിയത്തിൽ ഈ പിച്ചിൽ അഥവാ ഈ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയ 4 കളികൾ കളിച്ചിട്ടുണ്ട്. 4 കളിയും ഓസ്ട്രേലിയ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. ഈ 4 കളികളും ഓസ്ട്രേലിയയാണ് ടോസ് വിജയിച്ചിട്ടുള്ളതും ഓസ്ട്രേലിയ തന്നെയാണ് ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ളതും. ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ അവിടെ സന്ദർശനം നടത്തിയപ്പോഴും ഓസ്ട്രേലിയ തന്നെയാണ് ടോസ് വിജയിച്ചത്. ഓസ്ട്രേലിയ തന്നെയാണ് ആദ്യം ബാറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 326 റൺസിന് പുറത്തായി. അപ്പോൾ ഇന്ത്യൻ ടീമിൽ നമുക്കറിയാം, ഈ പെർത്തിലെ പിച്ച് ഫാസ്റ്റ് ബോളർമാരെ സഹായിക്കുന്നതായതുകൊണ്ട് തന്നെ 4 പേസ് ബോളർമാരും 6 ബാറ്റ്സ്മാൻമാരും 1 വിക്കറ്റ് കീപ്പറും എന്ന നിലയിലാണ് ഇന്ത്യ ടീമിനെ ഇറക്കിയത്. സ്പിൻ ബോളർമാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സ്പിൻ ബോളർമാരെ പാർട്ട് ടൈം ബോളർമാരായ മുരളി വിജയും ഹനുമ വിഹാരിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 326 റൺസിന് ഓസ്ട്രേലിയ പുറത്തായപ്പോൾ ഓസ്ട്രേലിയക്ക് വേണ്ടി ആരും സെഞ്ചുറി ഒന്നും അടിച്ചിട്ടില്ല എന്ന് 3 പേർക്ക് 50 ഉണ്ടായിരുന്നു. ട്രാവിസ് ഹെഡിനടക്കം. ട്രാവിസ് ഹെഡ് അന്ന് 58 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി പേസ് ബൗളർമാരായ ഇഷാന്ത് ശർമ്മ 4ഉം ജസ്പ്രീത് ബുംറ 2 വിക്കറ്റും ഉമേഷ് യാദവ് 2 വിക്കറ്റും വീഴ്ത്തി. മുഹമ്മദ് ഷമിക്ക് ആ ഇന്നിങ്സിൽ വിക്കറ്റൊന്നും കിട്ടിയിട്ടില്ല. 2 വിക്കറ്റ് കിട്ടിയത് പാർട്ട് ടൈം ബൗളറായ ഹനുമ വിഹാരിക്കാണ്, സ്പിൻ ബൗളറായ ഹനുമ വിഹാരിക്കാണ്. ഇതിനെ തുടർന്ന് രണ്ടാം ഇന്നിങ്സ്
അതിൽ തുടർന്ന് ബാറ്റ് ചെയ്യാൻ ആരംഭിച്ച ഇന്ത്യ ഒന്നാം ഇന്നിങ്സിൽ 283 റൺസിന് പുറത്തായി. ഓസ്ട്രേലിയക്ക് 43 റൺസിൻ്റെ ലീഡ് കിട്ടി. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം ഇന്നിങ്സിൽ നമുക്കറിയാം വിരാട് കോഹ്ലി അവിടെ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുപോലത്തെ പിച്ചുകളിലൊക്കെ വിരാട് കോഹ്ലിക്കൊക്കെ മികച്ച പ്രകടനം നടത്തിയ ഒരുപാട് അനുഭവ സമ്പത്തൊക്കെ ഉണ്ട്. വിരാട് കോഹ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും സുനിൽ ഗവാസ്കറുമാണ് ഇതുപോലുള്ള പിച്ചുകളിലൊക്കെ സെഞ്ചുറി നേടിയിട്ടുള്ളത്. ഇതിന് സമാനമായ പിച്ചുകൾ മറ്റ് രാഹുൽ ദ്രാവിഡ്, ചേതേശ്വർ പൂജാര, പി വി ലക്ഷ്മണൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ പെർത്തിൽ ഈ 3 പേരാണ്. പെർത്തിലെ ഒപ്റ്റ് സ്റ്റേഡിയത്തിൽ വിരാട് കോഹ്ലിക്ക് മാത്രമേ സെഞ്ചുറി ഉള്ളൂ. അപ്പോൾ വിരാട് കോഹ്ലി 123 റൺസ് എടുത്തു. അജിങ്ക്യ രഹാന 51 റൺസും എടുത്തു. ഋഷഭ് പന്ത് 36 റൺസും ചേതേശ്വർ പൂജാര 24 റൺസുമാണ് എടുത്തത്. ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത KL രാഹുൽ 2 റൺസിന് പുറത്തായി. ഓസ്ട്രേലിയക്ക് വേണ്ടി പേസ് ബൗളർമാരായ മിച്ചൽ സ്റ്റാർക്ക് 2, ഹേസൽവുഡ് 2, കുമിൻസ് 1 അങ്ങനെയാണ് വിക്കറ്റ് വീഴ്ത്തിയത്. അതേസമയം അവരുടെ ഓഫ് സ്പിന്നറായ നദാൻ ലിയോൺ 5 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം നമ്മൾ സ്പിന്നർ ഇറക്കിയിട്ടില്ല, നമ്മൾ അതിൽ അശ്വിനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇറക്കിയിട്ടില്ല. അതേസമയം അവരൊരു സ്പിന്നർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്പിന്നർ 5 വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ട്. തുടർന്ന് അപ്പോൾ 43 റൺസോടെ 43 റൺസിൻ്റെ ലീഡോടെ രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ച ഓസ്ട്രേലിയ രണ്ടാം ഇന്നിങ്സിൽ 240 റൺസിന് പുറത്തായി. അപ്പോൾ നമുക്കറിയാം ആദ്യ ഇന്നിങ്സിൽ അവിടെ അവർക്കാർക്കും സെഞ്ചുറി ഒന്നുമില്ല, രണ്ടാം ഇന്നിങ്സിലും ഇല്ല. പകരം ഉസ്മാൻ ഖ്വാജ 72 റൺസ് എത്തു. ഉസ്മാൻ ഖ്വാജയ്ക്ക് മാത്രമേ അതിൽ 50 ഉള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ആ ഇന്നിങ്സിൽ മുഹമ്മദ് ഷാമി 6 വിക്കറ്റ് വീഴ്ത്തി. മുഹമ്മദ് ഷാമിക്ക് ആദ്യ ഇന്നിങ്സിൽ വിക്കറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 56 റൺസ് വിട്ടുകൊടുത്താണ് 6 വിക്കറ്റ് വീഴ്ത്തിയത്. ഇപ്പോഴും ഷാമിയുടെ പേരിൽ തന്നെയാണ് ഈ പിച്ചിലെ ഏറ്റവും മികച്ച ബൗളിംഗ് റെക്കോർഡ് നിലകൊള്ളുന്നത്. ജസ്പ്രീത് ബുംറയ്ക്ക് ആ ഇന്നിങ്സിൽ 3 വിക്കറ്റ് കിട്ടി. ഇഷാന്ത് ശർമ്മയ്ക്ക് 1 വിക്കറ്റുമാണ് കിട്ടിയത്. മൊത്തം നമുക്കറിയാം മുഹമ്മദ് ഷാമിക്ക് 6 വിക്കറ്റും ബുംറയ്ക്ക് 5 വിക്കറ്റും ഇഷാന്ത് ശർമ്മയ്ക്ക് 5 വിക്കറ്റുമാണ് കിട്ടിയത്. 2 വിക്കറ്റ് മറ്റൊരു പേസ് ബൗളറായ ഉമേഷ് യാദവിനും കിട്ടി. അങ്ങനെ 2 ഇന്നിങ്സിലായി 18 വിക്കറ്റ് വീഴ്ത്തിയത് ഇന്ത്യക്ക് വേണ്ടി പേസ് ബൗളർമാരാണ്. 2 വിക്കറ്റ് വീഴ്ത്തിയത് ഹനുമ വിഹാരി എന്ന പാർട്ട് ടൈം സ്പിൻ ബൗളറും. തുടർന്ന് രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ച ഇന്ത്യ, നമുക്കറിയാം ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 283 റൺസാണ്. നമുക്കറിയാം ഓപ്പൺ ചെയ്ത KL രാഹുൽ വീണ്ടും 0-ന് പുറത്തായി. ചേതേശ്വർ പൂജാര 4 റൺസിന് പുറത്തായി. അജിങ്ക്യ രഹാന 30 റൺസിന് പുറത്തായി. വിരാട് കോഹ്ലിക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ടാം ഇന്നിങ്സിൽ. ഹനുമ വിഹാരി 28 റൺസിന് പുറത്തായി. ഋഷഭ് പന്ത് 30 റൺസ് എടുത്തു. ഋഷഭ് പന്താണ് ആ ഇന്നിങ്സിലെ ടോപ്പ് സ്കോറർ. ഋഷഭ് പന്തും അജിങ്ക്യ രഹാനയും 30 റൺസ് വീതം എടുത്തു. എന്തായാലും ഇന്ത്യ പരാജയപ്പെട്ടു. 283 റൺസ് വേണ്ടെടുത്ത് ഇന്ത്യ എടുത്തത് 140 റൺസാണ്. അതോട് 140 റൺസിന് 140 റൺസിന് ഇന്ത്യ 143 റൺസിന് ഓസ്ട്രേലിയ ആ ടെസ്റ്റ് വിജയിച്ചു. കഴിഞ്ഞ അപ്പോൾ പെർത്തിൽ വെച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു ടെസ്റ്റാണ് ഇതുവരെ നടന്നത്. പെർത്തിലെ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ 2018 ഒരു ടെസ്റ്റാണ് നടന്നത്. ആ ടെസ്റ്റിൽ ഓസ്ട്രേലിയ വിജയിച്ചു. പക്ഷേ വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയിരുന്നു. അതുപോലെ മുഹമ്മദ് ഷാമി രണ്ടാം ഇന്നിങ്സിൽ 6 വിക്കറ്റും നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയക്ക് വേണ്ടി രണ്ടാം ഇന്നിങ്സിലും കൂടുതൽ വിക്കറ്റ് എടുത്ത് അവരുടെ സ്പിൻ ബൗളറായ നദാൻ ലിയോണാണ് മൊത്തം 3 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. 2 ഇന്നിങ്സിലുമായി അദ്ദേഹത്തിന് 8 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ആകട്ടെ സ്പിൻ ബൗളർമാരൊന്നും ആ കളിയിൽ ഇറക്കിയിട്ടില്ല. നമുക്കറിയാം അവരുടെ പേസ് ബൗളർമാരായ സ്റ്റാർക്കിന് രണ്ടാം ഇന്നിങ്സിൽ 3 വിക്കറ്റും ഹേസൽവുഡിന് 2 വിക്കറ്റും കുമിൻസിന് 2 വിക്കറ്റും കിട്ടി. മൊത്തം അവരുടെ നദാൻ ലിയോൺ എന്ന സ്പിന്നർക്ക് 8 വിക്കറ്റും ബാക്കി 12 വിക്കറ്റ് അവരുടെ പേസ് ബൗളർമാരാണ് വീഴ്ത്തിയത്. ഇന്ത്യക്ക് വേണ്ടി പേസ് ബൗളർമാർ 18 വിക്കറ്റും നമ്മുടെ പാർട്ട് ടൈം സ്പിന്നറായ ഹനുമ വിഹാരി 2 വിക്കറ്റും വീഴ്ത്തി. അങ്ങനെയാണ് നമ്മുടെ പെർത്തിലെ ഒപ്റ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിൻ്റെ വിവരം. പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ ക്യൂറേറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയും പാകിസ്ഥാനും വെച്ച് നടന്ന അതേ പിച്ചിലാണ് ഈ മത്സരം നടക്കുന്നതെന്ന്.
അപ്പോൾ ഓസ്ട്രേലിയയും പാകിസ്ഥാനും വെച്ച് നടന്ന ആ ടെസ്റ്റിലെ റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം. നമുക്കറിയാം ഓസ്ട്രേലിയ ആദ്യ ഇന്നിങ്സിൽ 483 റൺസ് എടുത്തു. ഡേവിഡ് വാർണർ കൂറ്റൻ സെഞ്ചുറി നേടിയിരുന്നു. 164 റൺസിൻ്റെ സെഞ്ചുറി നേടിയിരുന്നു ഡേവിഡ് വാർണർ, ഓപ്പണറായ ഡേവിഡ് വാർണർ. അതുപോലെ മിച്ചൽ മാർഷ് 90 റൺസും എടുത്തു. അങ്ങനെ ഓസ്ട്രേലിയ 483 റൺസിന് പുറത്തായി. പാകിസ്ഥാന് വേണ്ടി ആമിർ ജമാൽ എന്ന പേസ് ബോളർ 6 വിക്കറ്റ് വീഴ്ത്തി. ഷെയ്ൻഷാ അഫ്രീദിക്ക് 1 വിക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം ഒന്നാം ഇന്നിങ്സ് ബാറ്റിംഗ് ആരംഭിച്ച പാകിസ്ഥാൻ 271 റൺസിന് പുറത്തായി. അപ്പോൾ അവരുടെ ഇമാമുൽ ഹക്ക് മാത്രമേ 50 നേടിയിട്ടുള്ളൂ, 62 റൺസ് എടുത്തു. ബാബർ അസം 21 റൺസിന് പുറത്തായി. ഓസ്ട്രേലിയക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് അവരുടെ ഓഫ് സ്പിന്നറായ നഥാൻ ലിയോണാണ്, 3 വിക്കറ്റ് വീഴ്ത്തി. അതുപോലെ സ്റ്റാർക്കിന് 2 വിക്കറ്റും കുമിൻസിന് 2 വിക്കറ്റും കിട്ടിയിട്ടുണ്ട്. തുടർന്ന് രണ്ടാം ഇന്നിങ്സ് ഓസ്ട്രേലിയക്ക് വേണമെങ്കിൽ പാകിസ്ഥാനെ ഫോളോ ഓൺ ചെയ്യിക്കാം, ലീഡുണ്ട്. പക്ഷേ ഓസ്ട്രേലിയ രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് ആരംഭിക്കുകയാണ് ചെയ്തത്. അവർ 5 വിക്കറ്റിന് 233 റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്തു. അവർക്ക് വേണ്ടി ഉസ്മാൻ ഖോജ 90 റൺസ് എടുത്തു. മിച്ചൽ മാർഷ് വീണ്ടും 63 റൺസ് എടുത്തു. വാർണർ ഈ ഇന്നിങ്സിൽ 0-ന് പുറത്തായി. പാകിസ്ഥാന് വേണ്ടി ഷഹസാദ് 3 വിക്കറ്റ് വീഴ്ത്തി. ഷെയ്ൻഷാ അഫ്രീദിക്ക് വീണ്ടും 1 വിക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. തുടർന്ന് ജയിക്കാൻ വേണ്ടി രണ്ടാം ഇന്നിങ്സിൽ നമുക്കറിയാം ഒരുപാട് റൺസ് വേണം പാകിസ്ഥാന്. ഏതാണ്ട് 400-ലധികം റൺസ് ആവശ്യമുണ്ട്. അതിന് പാകിസ്ഥാൻ ആകെ എടുത്തത് 89 റൺസാണ്. ഈ 89 റൺസിൽ നമുക്കറിയാം ആർക്കും 2 അക്കം കടക്കാൻ കഴിഞ്ഞില്ല. ഒരാൾ 2 അക്കം കടന്ന് 3 പേർ മാത്രമേ ഉള്ളൂ. ടോപ്പ് സ്കോറായ ഷക്കീൽ 24 റൺസ് എടുത്തു. അവിടെയും സ്റ്റാർക്ക് 3 വിക്കറ്റും ഹേസൽവുഡ് 3 വിക്കറ്റും ലിയോൺ 2 വിക്കറ്റും വീഴ്ത്തി. അപ്പോൾ നമുക്കറിയാം ആദ്യം ഇന്ത്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഓഫ് സ്പിന്നറായ ലിയോൺ 8 വിക്കറ്റ് വീഴ്ത്തി. പാകിസ്ഥാനെതിരായ മത്സരത്തിലും സ്പിന്നറായ നഥാൻ ലിയോൺ 5 വിക്കറ്റ് വീഴ്ത്തി. മൊത്തം 13 വിക്കറ്റ് ഈ 2 മത്സരത്തിൽ നിന്ന് നഥാൻ ലിയോൺ വീഴ്ത്തിയിട്ടുണ്ട്. മൊത്തം ഈ ഒപ്റ്റ് സ്റ്റേഡിയത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ആൾ അവരുടെ സ്പിന്നറായ നഥാൻ ലിയോണാണ്. ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം ഒരു ഇന്നിങ്സ് നടത്തിയിട്ടുള്ളത് മുഹമ്മദ് ഷാമിയാണ്. നമ്മുടെ ഇന്ത്യൻ പേസ് ബോളറായ മുഹമ്മദ് ഷാമിയാണ്. 6 വിക്കറ്റ് 56 റൺസ് വിട്ടെടുത്ത് 6 വിക്കറ്റ്. അപ്പോൾ നമുക്കറിയാം ഓസ്ട്രേലിയ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പേസ് ബോളർമാരെ കാണിച്ച് പേടിപ്പിച്ച് സ്പിന്നർമാരെ കൊണ്ട് വിക്കറ്റ് എടുപ്പിക്കുകയാണ്. അപ്പോൾ നാളത്തെ ഇന്ത്യൻ ടീം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 6 ബാറ്റ്സ്മാൻമാർ 4 പേസ് ബോളർമാർ ഇറക്കുമോ അതോ സ്പിന്നർ ഇറക്കുന്നുണ്ടോ ഒക്കെ മാനേജ്മെൻറ്റ് ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഏതായാലും നാളെ കാലത്ത് നമുക്കിതൊക്കെ അറിയാൻ കഴിയും. പിന്നെ മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയെക്കുറിച്ചാണ്. മറ്റന്നാൾ കേരളവും സർവീസസും തമ്മിലുള്ള മത്സരം ആരംഭിക്കും. കേരളത്തിൽ നയിക്കുന്നത് സഞ്ജു സാംസണാണ്. അപ്പോൾ ഇത്രയാണ് ക്രിക്കറ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. നമസ്കാരം, താങ്ക് യു.